വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിൽ അടുത്ത ബന്ധു അടക്കം 2 പേർ കസ്റ്റഡിയിൽ. ഓട്ടോ ഡ്രൈവർ ജയക്കെതിരെ ഉണ്ടായത് ക്വട്ടേഷൻ ആക്രമണമാണെന്നും കുടുംബത്തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ഇതെന്താണ് ഇവരുടെ ഉദ്ദേശ്യമെന്നോ അല്ലെങ്കിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നൽകിയിരുന്നത്. പക്ഷേ അതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് ഇതൊരു കൊട്ടേഷൻ ആക്രമണമായിരിക്കും എന്നുള്ള രീതിയിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ആ രീതിയിൽ ഈ വനിതാ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയെടുക്കുമ്പോൾ അവർ നൽകിയ ചില സൂചനകളും അത്തരത്തിൽ തന്നെയായിരുന്നു. ചില ബന്ധുക്കൾ തനിക്കെതിരെ നിരന്തരമായി ഭീഷണി മുഴക്കാറുണ്ടായിരുന്നു എന്ന ജയയുടെ മൊഴിയും അവർക്ക് ലഭിച്ചിരുന്നു. അവരുടെ സഹോദരിയും ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇന്നലെ ജയയുടെ പിതൃ സഹോദരി പുത്രി പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരുടെ ഭർത്താവും സനീഷ് എന്ന് പറയുന്ന ആളും പ്രിയങ്കയും ചേർന്നാണ് ഈ കൊട്ടേഷൻ നൽകിയത്. ഏതായാലും പോലീസ് എത്തുമ്പോൾ ഇയാൾ കായലിൽ ചാടി നീന്തി രക്ഷപ്പെട്ട മറുകരയിലേക്ക് പോയി. തുടർന്നാണ് ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കേസിൽ മറ്റൊരു പ്രതിയെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാൾ ആരാണെന്ന വിവരം പോലീസ് ഇതുവരെ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ന് തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ജയ ഇപ്പോഴും ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. എങ്ങനെയാണ് ജയയുടെ ആരോഗ്യനില എന്നതാണ് അറിയാൻ കഴിഞ്ഞത് ശ്യാം? നിലവിൽ ജയയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്ക് 3ലധികം വാരിയെല്ലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ഇടത്തെ കൈയുടെ അസ്ഥിക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. നട്ടലിന് പൊട്ടലുണ്ട്. അങ്ങനെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ഭേദമായിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് അത് ഒരു ക്വട്ടേഷൻ ആയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ബന്ധു നൽകിയ ക്വട്ടേഷൻ അത് പ്രകാരമാണ് ക്രൂരമായ മർദ്ദനത്തിന് ജയ ഇരയായത്. ജയ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് ശ്യാം നൽകിയ വിവരം.